അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് മാങ്ങാടെന്ന് പറയുന്ന വലിയ പേരുകേട്ട ഈഴവ കുടുംബത്തിലാണ് പുള്ളി ജനിക്കുന്നത്, തിരുവനന്തപുരത്തെ. മനസ്സിലായില്ലേ? വലിയ പേരുകേട്ട പാരമ്പര്യമായി സമ്പത്തുകളുള്ള ഒരു ഈഴവ ജന്മി കുടുംബത്തിലാണ് പുള്ളി ജനിക്കുന്നത്. അങ്ങ് ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടാണ് പുള്ളി മെഡിസിൻ പഠിച്ചിട്ട് വന്നത്. അപ്പം അന്നത്തെ നമ്മുടെ മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ ഈഴവനായതുകൊണ്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടുകയില്ല. മനസ്സിലായില്ലേ? ഈഴവനായതുകൊണ്ട് സർക്കാർ സർവീസിൽ ഡോക്ടറായിട്ട് ജോലി കിട്ടുകയില്ല. അദ്ദേഹം പോയിട്ട് തൻ്റെ കുലത്തൊഴിലായ ചെത്ത് ചെയ്യാനാണ് അവിടുന്ന് കൽപ്പന വന്നത്. അപ്പോൾ ഈ പണക്കാരനാണ്, ജന്മിയായിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും പ്രിവിലേജ് ഡോക്ടർ പൽപ്പുവിന് കിട്ടിയോ? ഡോക്ടർ പൽപ്പുവിൻ്റെ അച്ഛൻ, ഭഗവതി പത്മനാഭൻ എന്ന് പറയുന്ന ഡോക്ടർ പൽപ്പുവിൻ്റെ അച്ഛൻ അക്കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹവും പലപ്പോഴും ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും, ഇത്ര വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന് പോലും ഈ ജോലി ലഭിച്ചില്ല സർക്കാർ സർവീസിൽ. കാരണം ഈഴവനായതുകൊണ്ട് മാത്രമാണ്. ഇനി നമ്മളിനി വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ, അവിടുന്ന് ഇങ്ങോട്ട് വടക്ക് ഇതിനിടയിൽ ഒരുപാട് ജന്മി കുടുംബങ്ങൾ ഈഴവരിൽ നിന്നുമുണ്ട്. അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക നില കൈകാര്യം ചെയ്യുകയും അതേപോലെ ഏറ്റവും അധികം ആളുകളുള്ളതുമായ ഒറ്റ സമുദായമാണ് ഈ ഈഴവരെന്ന് പറയുന്നത്. ഏതാണ്ട് 24% ആളുകൾ ഈ 3.5 കോടി ജനങ്ങളിൽ ഈഴവരാണ്. അപ്പം രാജാവിനേക്കാൾ, അന്നത്തെ തിരുവിതാംകൂർ രാജാവിനേക്കാൾ സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നവർ ഈഴവരിലുണ്ട്. വൈദ്യന്മാരുണ്ടായിരുന്നു, വലിയ സ്കോളേഴ്സ് ഉണ്ടായിരുന്നു, ഭൂവുടമകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും ആനുകൂല്യം ഒരിക്കലും ഈ ഈഴവർക്ക് കിട്ടിയിട്ടില്ല. കാരണം ജാതിയുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിനി തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുട്ടത്ത്, അതായത് നമ്മുടെ ആലുമൂട്ടിൽ തറവാട്, അക്കാലത്ത് രാജാവിന് കടം കൊടുത്തിരുന്ന ആളാണ് ഈ ആലുമൂട്ടിൽ കൊച്ചുകുഞ്ഞ് ചാന്നാർ എന്ന് പറയുന്ന ചാന്നാർ. ഏതാണ്ട് 500-600 വർഷങ്ങളായിട്ട് പാരമ്പര്യമായി ബിസിനസ് ചെയ്തിരുന്ന, പാരമ്പര്യമായി സ്വത്തുണ്ടായിരുന്ന ജന്മികളായിരുന്നു, ഭൂവുടമകളായിരുന്നു ഈ ആലുമൂട്ടിൽ തറവാട്ടുകാർ. കേരളത്തിൽ ആദ്യമായിട്ട് മഹാരാജാവിനെക്കാട്ടി മുന്നിൽ കാറ് കേരളത്തിൽ കൊണ്ടുവരുന്നത് ആലുമൂട്ടിൽ കാർന്നവരാണ്, കൊച്ചുകുഞ്ഞ് കാർന്നവരാണ്. അപ്പം അദ്ദേഹത്തിന് പക്ഷെങ്കിൽ കാറ് ഈ രാജപാതകളിലൂടെ ഒന്നും ഓടിക്കാനുള്ള അവകാശമില്ല. കാരണം പുള്ളി ഈഴവനായതുകൊണ്ട്. പുള്ളിയുടെ ഡ്രൈവർ നായരായിരുന്നു, പുള്ളിക്ക് ഓടിച്ചു പോകായിരുന്നു. അപ്പോൾ പുള്ളിക്ക് സഞ്ചരിക്കാനായിട്ട് സ്വന്തമായി സ്ഥലം വാങ്ങി, മറ്റ് സ്ഥലങ്ങളിലൂടെ വാങ്ങിക്കൂട്ടി അതിലൂടെ റോഡുണ്ടാക്കിയ ആളാണ്, സ്വന്തമായി റോഡുണ്ടാക്കിയ ആളാണ് ഈ അന്നത്തെ ഏറ്റവും വലിയ രാജാവിനെക്കാട്ടിൽ പണമുണ്ടായിരുന്ന ഈഴവനായിരുന്ന ആലുമൂട്ടിൽ ചാന്നാർ. അപ്പം ഈ ചാന്നാർക്ക് ഇത്രയേറെ പണമുണ്ടായിട്ടും ചാന്നാർക്ക് യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയോ ഒന്നും യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ല. അദ്ദേഹത്തിന് ജാതി കാരണം പൊതുവഴികളിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഈ പറയുന്ന ഈ വിഡ്ഢിത്ത പോസ്റ്റ്